സ്റ്റുഡൻസ്, വെൽക്കം ഓൾ ഓഫ് യു. EduPlus അക്കാഡമിയുടെ ഇന്നത്തെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിൽ ചാപ്റ്റർ 4 കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മധ്യകാല ഇന്ത്യ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സമൂഹം, അവിടെ ഭരിച്ചിരുന്ന റൂളേഴ്സ്, കൂടാതെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന കലാ, സാഹിത്യം എന്നിവയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ, അവരുടെ പുരോഗതി, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. മധ്യകാലഘട്ടത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പം മധ്യകാല കാലഘട്ടത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പറയുന്നതാണെങ്കിൽ അന്നത്തെ സമൂഹത്തെ 4 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ജാതിയുടെയും ഉദ്യോഗത്തിൻ്റെയും സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിലുണ്ടായിരുന്നത് കുലീന വർഗങ്ങൾ, അല്ലെങ്കിൽ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ ഒക്കെയാണ് ആ ഒരു കുലീന വർഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നീടുള്ള വർഗം രണ്ടാമതായിട്ട് വരുന്നത് പുരോഹിതന്മാരാണ്. അതിന് താഴെ തട്ടിലായി വരുന്നത് നഗരത്തിലെ ജനങ്ങൾ, ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും അടിയിലായിട്ടാണ് കർഷകരുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ച് പരിചയപ്പെടാം. ആദ്യം ഏറ്റവും വലിയ പദവി അലങ്കരിച്ചിരുന്നത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉടമകളൊക്കെ ഇല്ലേ, അവരായിരുന്നു. അതായത് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇവരൊക്കെ സമൂഹത്തിൽ ബാക്കിയുള്ള തലങ്ങളിൽ നിന്നും ഏറ്റവും ഉയർന്ന രീതിയിലായിരുന്നു. അവരുടെ സുഖങ്ങളും ഒക്കെ അവർ ഏറ്റവും കൂടുതലായിട്ട് ബാക്കിയുള്ള ജനതകളിൽ നിന്നും കൂടുതലായിട്ട് അനുഭവിച്ചു പോകുന്നു. രാജാക്കന്മാർ പൊതുവെ പ്രഭുക്കന്മാരിൽ നിന്ന് കുറച്ചുകൂടെ ഉന്നതിയിലായിരുന്നു. അതായത് രാജാക്കന്മാരുടെ കേസിൽ പറയുന്നതാണെങ്കിൽ അവരുടെ സമ്പത്ത് ബാക്കിയുള്ളവരിൽ നിന്ന് കൂടുതലാണ്, അല്ലെങ്കിൽ അവരുടെ പദവി മുകളിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പുതിയ രാജാവ്, സുൽത്താൻമാർ അധികാരത്തിലേറുമ്പോൾ അവരെന്താണ്, പള്ളിയിൽ ഖുത്ബയോ അല്ലെങ്കിൽ പ്രഭാഷണമോ നടത്താറുണ്ട്. ഇത് അവരുടെ പദവി ഒന്നുകൂടെ ഉയർത്താൻ സഹായിച്ചു. കൂടാതെ അവരുടെ പേരിൽ നാണയങ്ങൾ ഇറക്കി തുടങ്ങി. ഇതൊക്കെ പ്രഭുക്കന്മാരിൽ നിന്നും സമ്പത്തിൻ്റെ കാര്യത്തിൽ രാജാക്കന്മാരെയും കൂടുതലായി വേറിട്ട് നിർത്തി. രണ്ടാമതായി വരുന്ന വിഭാഗമാണ് പുരോഹിതന്മാർ. പുരോഹിതന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ബ്രാഹ്മൺസാണ് വരുന്നത്. എന്നാൽ മുസ്ലിമുകളുടെ ഇടയിൽ ഉലമകൾ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇവർ കൂടുതലും സുൽത്താൻമാരുടെ കാലത്താണ് പ്രബുദ്ധരായിരുന്നത്. അതായത് സുൽത്താൻമാരുടെ രാജകീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അവർ അവസരം നൽകിയിരുന്നു. എന്തെങ്കിലും പുരോഹിതന്മാരാണല്ലോ, എന്തെങ്കിലും രാജ്യകാര്യത്തിൽ എന്തെങ്കിലും നല്ലത് വരുന്നുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പുരോഹിതന്മാരുടെ സഹായം അവർ തേടിയിരുന്നു. എന്നാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു സമയകാലത്താണ്, അദ്ദേഹം ഒരു സുൽത്താനായിരുന്നു. ആ ഒരു മധ്യകാല ഇന്ത്യയിലെ സുൽത്താനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്വേച്ഛാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പുരോഹിതന്മാർ കുറച്ച് അവരുടെ സ്വാധീനമില്ലാതെയായി വന്നു. അപ്പം കൂടുതലായിട്ട് ആ ഒരു സുൽത്താൻ്റെ കാലത്ത് അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. ഓക്കെ, അപ്പം പുരോഹിതന്മാർ കൂടുതലായിട്ടും അവരുടെ ആ ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് ലൗകിക കാര്യങ്ങളിലായിരുന്നു. അതായത് സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന രീതിയിലായിരുന്നു അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടാതെ ഇവർക്ക് സുൽത്താൻമാർക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് തന്നെ നികുതി രഹിത ഭൂമി അവർക്ക് ഓൺ ചെയ്യാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. അവർ ഓൺ ചെയ്യുന്ന ആ ഒരു ഭൂമിക്ക് നികുതി കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്കെ, പിന്നീട് വരുന്നൊരു സമൂഹമാണ്, ഒരു വിഭാഗം. പുരോഹിതന്മാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെത്തട്ടിലെ സമൂഹമാണ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ നഗരത്തിൽ വസിക്കുന്ന ജനങ്ങൾ. അതായത് മെയിനായിട്ട് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത് പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന നെയ്ത്ത് തൊഴിലാളികളും പിന്നെ കൂടുതലായിട്ട് വ്യാപാരം നടത്തുന്നവരൊക്കെ നഗരത്തിലെ ജനങ്ങളാണ്. എന്നിട്ട് അവർ നഗരങ്ങളിൽ വസിച്ചു കൊണ്ടാണ് അവരുടെ കച്ചവടവും മറ്റും നടത്തിയിരുന്നത്. കൂടാതെ ഇതിൻ്റെ ഇടയിൽ പല ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ നഗരത്തിലാണ് അല്ലേ, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും നഗരത്തിലാണ്.
അപ്പം പിന്നീട് വരുന്ന വിഭാഗമാണ് നഗരത്തിലെ ജനങ്ങൾ. ഇവരെന്ത് ചെയ്തു? ഈ ഒരു നെയ്ത്ത് തൊഴിലാളികളൊക്കെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ബാക്കി രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയോ ഇറക്കുമതിയോ ഒക്കെ ചെയ്തു തുടങ്ങി. ഇപ്പം ഇവിടെയുള്ളൊരു സുൽത്താനാവട്ടെ ഇവരുടെ ഹെൽപ്പോടു കൂടെ തന്നെ പല രാജ്യങ്ങളിലേക്കും സമ്മാനങ്ങൾ അയച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വരുന്ന സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമായിരുന്നു കൈത്തൊഴിലും മറ്റും ചെയ്തിരുന്ന വിഭാഗമാണ് കർഷകർ. അവർ കൂടുതലായിട്ടും കൃഷിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൃഷി ചെയ്യുന്ന ഭൂമി, ആ ഒരു ഭൂമി അവർക്ക് നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലുമുറിയെ കഷ്ടപ്പെട്ട് പണി ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് എന്താണ്, ആ ഒരു ഏറ്റവും വലിയൊരു എമൗണ്ട് കരം തന്നെ, നികുതി തന്നെ സുൽത്താൻ്റെ ഖജനാവിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് എപ്പോഴും എന്താണ്, പട്ടിണിയും ഇല്ലായ്മയും തന്നെ ആയിരുന്നു അവരുടെ ആ ഒരു കാലഘട്ടം മുഴുവനും. അപ്പം ഈ 4 തലങ്ങളാണ് അന്നത്തെ സാമൂഹികാവസ്ഥ. അതായത് മുകളിലായിട്ട് കുലീന വർഗ്ഗങ്ങൾ, രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാരടങ്ങിയ ഒരു സംഘം. രണ്ടാമതായി വരുന്നത് പുരോഹിതന്മാരാണ്. മൂന്നാമതായി നഗരത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരുന്നു. നാലാമത് വരുന്നത് കർഷകർ. ഇതാണ് അന്നത്തെ സാമൂഹികമായിട്ട് ഉണ്ടായിരുന്ന 4 വിഭാഗങ്ങൾ. ഇനി മധ്യകാല ഇന്ത്യയെക്കുറിച്ച്, അന്നത്തെ റൂളേഴ്സിൻ്റെ, അന്നത്തെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മധ്യകാല ഇന്ത്യ ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഭാഗമായിട്ടും ദക്ഷിണേന്ത്യ സൗത്ത് റീജിയനായിട്ടും അല്ലേ ഭാഗം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭാഗം വെച്ച് മീൻസ് ഭരിച്ചിട്ടുണ്ടായിരുന്നു പല റൂളേഴ്സും. അപ്പം ഈ നോർത്ത് ഭാഗത്താണെങ്കിൽ കൂടുതലും സെൻട്രൽ പവർ എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. ഡൽഹിയിൽ കൂടുതൽ ശക്തികൾ, കൂടുതൽ ഫോറിൻ ഇൻവെൻറ്റേഴ്സ് ആണെങ്കിലും കടന്നുകയറ്റ ആൾക്കാരുണ്ടല്ലോ ബാക്കി മേഖലകളിൽ നിന്ന് വരുന്ന, അവരാണെങ്കിലും കൂടുതലായിട്ടും ഡൽഹിയെ കേന്ദ്രീകരിച്ചിരുന്നു. അതായത് അവിടെ വരുന്ന ആരവല്ലി പർവ്വത നിരകളും പിന്നെ യമുന നദിയൊക്കെ ഡൽഹിയുടെ ഫലഭൂഷ്ഠിത അവർക്ക് അഗ്രികൾച്ചറൽ പ്രോസസ്സിനാണെങ്കിലും കൂടുതലായിട്ട് സഹായിച്ചിരുന്നു. അപ്പം ഒരു സെൻറ്റർ ഓഫ് പവർ തന്നെയാണ് ഡൽഹി എന്ന് പറയുന്നത്. എല്ലാ റൂളേഴ്സിനെയും ഏറ്റവും കൂടുതൽ ആ ഒരു സ്ഥലം അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡൽഹിയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. ചില ഭരണാധികാരിയെക്കുറിച്ചാണ്, മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള. ബാക്കിയുള്ള നമുക്ക് ഒന്ന് പറഞ്ഞു പോകുന്നത്, നിങ്ങൾക്കൊരു ഡീറ്റെയിലിംഗ് ആയിക്കോട്ടെ, ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഈ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് തൊമര രാജവംശമാണ് ഡൽഹിയിൽ ഭരിച്ചിരുന്നത്. കൂടുതലും രജപുത്രന്മാരായിരുന്നു തൊമര രാജവംശത്തുണ്ടായിരുന്നത്. അവരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് വന്ന രാജവംശമായിരുന്നു ചൗഹാൻ രാജവംശം. ചൗഹാൻ രാജവംശത്തിലൊരു മെയിൻ പ്രധാനപ്പെട്ട റൂളർ വരുന്നത്, രാജാവ് എന്ന് വരുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഒരു ടർക്കിഷ് ഇൻവാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ഓഫ് ഗോർ, അതായത് തുർക്കിയിൽ നിന്ന് കടന്നു വന്ന, നമ്മുടെ ഡൽഹിയിലേക്ക് കടന്നു വന്ന ഒരു ഇൻവാൻഡറാണ് മുഹമ്മദ് ഓഫ് ഗോർ അല്ലെങ്കിൽ മുഹമ്മദ് ഗോർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, ഈ ഒരു ചൗഹാൻ രാജവംശത്തിലെ പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്തു. അതിനുശേഷം ഡൽഹിയുടെ ഭരണം കീഴടക്കി. അപ്പം അദ്ദേഹത്തിൻ്റെ അടിമ വംശത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു കമാൻഡർ ഇൻ ചീഫ്, അതായത് അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിൽ ഏറ്റവും ഒരു ഉയർന്ന പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്ക് കൂടാതെ വേറെ കമാൻഡർ ഇൻ ചീഫ്സും ഉണ്ടായിരുന്നു. ബട്ട് കുത്തബ്ദീൻ ഐബക്ക് പിന്നീട് കുറച്ച് കാലത്തോളം മുഹമ്മദ് ഗോർ ഭരിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടിമ വംശത്തിലെ ബാക്കിയുള്ളവർ മിലിറ്ററി ഉദ്യോഗസ്ഥർ ഓരോ വിഭാഗങ്ങളായിട്ട് ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡൽഹി കിട്ടിയിരിക്കുന്നത് കുത്തബ്ദീൻ ഐബക്കിനായിരുന്നു. അപ്പം ആ ഒരു ഡീറ്റെയിലിങ് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം സൽത്തനത്ത് ഭരണം, സുൽത്താനേറ്റ് ഭരണം എന്നാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിനെ വിശേഷിപ്പിച്ചിരുന്നത്. അതായത് 1200 BC മുതൽ 1526 വരെ ആയിരുന്നു സൽത്തനത്ത് ഭരണം, സുൽത്താൻമാരുടെ ഭരണം ഉണ്ടായിരുന്നത്. ഇവർ മുസ്ലിം രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ടാണ് സുൽത്താൻമാർ എന്നിവരെ വിശേഷിപ്പിച്ചിരുന്നത്. അതായത് 1206 മുതൽ 1506 വരെ ആയിരുന്നു ഈ ഒരു രാജവംശം
ഡൽഹി ഭരിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് മംലൂക്ക് വംശം, അതായത് കുത്തബ്ദീൻ ഐബക്കിൻ്റെ അടിമ വംശം എന്ന് പറയുന്നത്. അതായത് മുഹമ്മദ് ഘോറിൻ്റെ സ്ലേവ് ആയിരുന്നല്ലോ, അടിമയായിരുന്നല്ലോ കുത്തബ്ദീൻ ഐബക്ക്. അപ്പം അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാക്കിയ ആ ഒരു വംശത്തിനെ സ്ലേവ് ഡൈനസ്റ്റി അല്ലെങ്കിൽ മംലൂക്ക് വംശം എന്ന് പറയും. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് റൂളറായിട്ട് വരുന്നത് കുത്തബ്ദീൻ ഐബക്കാണ്. നിങ്ങൾക്ക് ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നീട് വരുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലം ഭരിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സണ്ണിലോ ഇൽത്തുമിഷ്, മകളുടെ ഭർത്താവായിട്ടുള്ള ഇൽത്തുമിഷിന് അധികാരം കൈമാറുകയാണ് ചെയ്തത്. ഇൽത്തുമിഷ് നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഇൽത്തുമിഷിനെ കുറിച്ച് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇൽത്തുമിഷ് ആയിരുന്നു പിന്നീട് നന്നായിട്ട് ഒരു മധ്യകാലഘട്ടത്തിൽ മംലൂക്ക് വംശത്തെ ഭരിച്ചൊരു നല്ലൊരു ഭരണാധികാരി. അദ്ദേഹം തങ്ക കോയിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൽ പുറത്തിറക്കി. ഓക്കെ, അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന കോയിൻസ് ആയിരുന്നു ചിത്താൽ കോയിൻ അല്ലെങ്കിൽ തങ്ക നാണയം എന്നൊക്കെ പറയും. അപ്പം ആ ഒരു കോയിൻ ഉണ്ടാക്കിയത് ഇൽത്തുമിഷ് ആയിരുന്നു. പിന്നെ കൂടാതെ അദ്ദേഹം ബംഗാൾ, ബീഹാർ തുടങ്ങിയിട്ടുള്ള ചില സ്ഥലങ്ങളും കൂടെ അടക്കി വാണിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പ്രധാനപ്പെട്ട റൂളർ വരുന്നത് ഇൽത്തുമിഷ് ആയിരുന്നു. പിന്നെ വരുന്നത് ബാൽബൻ, ഇൽത്തുമിഷിൻ്റെ സണ്ണിലോ ആയിരുന്നു ബാൽബൻ വരുന്നത്. അദ്ദേഹം ഒരു മേജർ റൂളറായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എന്നാലും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. പിന്നീട് മംലൂക്ക് വംശത്തിന് താഴെ വരുന്നത് ഖൽജി വംശമാണ്. അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു മെയിൻ റൂളറായിട്ട് വരുന്നത്. നമ്മുടെ ഏറ്റവും മംലൂക്ക് വംശത്തിലെ അവസാന റൂളറെ ഡിഫീറ്റ് ചെയ്തത് ഖൽജി വംശത്തിലെ ജിയാസുദ്ദീൻ ഖൽജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരുമകനായിരുന്നു അലാവുദ്ദീൻ ഖൽജി. നിങ്ങളിപ്പം പത്മാവത് സിനിമ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പത്മാവത് സിനിമയിൽ രൺവീർ സിംഗ് ഈ ഒരു അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കൊന്നതിന് ശേഷമാണ് ഈ ഒരു ഖൽജി വംശത്തിൽ സ്ഥാനമേറ്റത്. അപ്പം ഒരു ഓട്ടോണോമസ് സ്വേച്ഛാധിപതിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അപ്പോൾ പിന്നീട് വരുന്ന ഖൽജി വംശമായിരുന്നു. പിന്നെ വരുന്നതാണ് തുഗ്ലക് വംശം. മുഹമ്മദ് ബിൻ തുഗ്ലക് ആൻഡ് ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു ആ ഒരു തുഗ്ലക് വംശത്തിലെ മേജർ റൂളേഴ്സ്. അപ്പോൾ തുഗ്ലക്കിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ മുൻപുള്ള ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. അത് തുഗ്ലക്ക് എന്തായിരുന്നു, ഏറ്റവും അദ്ദേഹത്തിന് ബുദ്ധിമാനായ വിഡ്ഢി എന്ന് നമ്മളൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ മാണിക്കക്കല്ല് എന്ന സിനിമയിൽ നമ്മളത് കണ്ടിട്ടുണ്ടല്ലേ. അതായത് അദ്ദേഹം നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ ചില സ്ഥലത്ത് അത് പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് ആ ഒരു ടൈമിൽ കഴിഞ്ഞില്ല. അതായത് മുൻപേ ഡൽഹിയിൽ തലസ്ഥാനമായ അവർ പിന്നീട് ദൗലതാബാദ് എന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റി. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ തലസ്ഥാനം മാറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വിസ്തൃതമായിട്ട് നല്ല രീതിയിൽ ഭരിക്കാമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിരുന്നു അത്. പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയുണ്ടായി, ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു വരികയുണ്ടായി. മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും ആയിരുന്നു തുഗ്ലക് വംശത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഉണ്ടായിരുന്ന വംശങ്ങളാണ് സയ്യിദ് വംശവും ലോധി വംശവും. സയ്യിദ് വംശത്തിൽ ഗിസിർ ഖാൻ ആൻഡ് ലോധി വംശത്തിലെ മേജർ റൂൾ വരുന്നത് ഇബ്രാഹിം ലോധി ആയിരുന്നു. അപ്പോൾ ഇവരെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഞാനൊന്ന് ആ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 1206 മുതൽ 1526 വരെ സൽത്തനത്ത് ഭരണമായിരുന്നു, സുൽത്താൻമാരായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ലോധി വംശത്തിൻ്റെ അവസാനത്തോടു കൂടെ പിന്നീട് രാജ്യം ഒരു പാനിപ്പത്ത് യുദ്ധത്തിലൂടെ രാജ്യം പിന്നീട് ഡൽഹി ഭരിച്ചിട്ടുണ്ടായിരുന്ന മുഗൾ രാജവംശമായിരുന്നു. അപ്പം മുഗൾ രാജവംശം പ്രധാനപ്പെട്ട മേജർ റൂളേഴ്സും അവർ ഭരിച്ചിരുന്ന കാലഘട്ടമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ബാബറിനെ കുറിച്ച് കുറച്ച് പേരൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ബാബർ, അക്ബർ, ഷാജഹാൻ അല്ലേ, അവർ 3 പേര് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള റൂളേഴ്സാണ്. ഫസ്റ്റ് ഭരിച്ചത് പാനിപ്പത്ത് യുദ്ധത്തിലൂടെ തന്നെ അവർ റിട്ടേൺ ചെയ്തെടുത്തു ഈ ഒരു മുഗൾ രാജവംശം. അവരുടെ ഡൈനസ്റ്റി, അവരുടെ രാജവംശത്തിനെ എക്സ്പാൻഡ് ചെയ്തു. ഫസ്റ്റ് വരുന്നത് ബാബറാണ്. 1526 മുതൽ 1530 വരെ ബാബർ ഭരിച്ചു. പിന്നീട് വരുന്നത് ഹുമയൂൺ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം 1530 മുതൽ 1540 വരെ. അപ്പം ഈ ഒരു ഹുമയൂണിൻ്റെ കാലഘട്ടത്തെ കുറച്ചൊന്ന് ടെക്സ്റ്റിൽ വിവരിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ സാഹചര്യം, ഞാനിപ്പം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണെങ്കിൽ എന്തായാലും എഴുതേണ്ടതാണ് കേട്ടോ. ഈ ഒരു
പിക്ചർ നിങ്ങളതിന് സഹായിക്കുന്നതായിരിക്കും. അപ്പം ഹുമയൂണ് 1530 മുതൽ 1540 വരെ ഡൽഹി ഭരിച്ചിരുന്നു. എന്നാൽ അതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് 1555 മുതൽ 1556 വരെ പിന്നീടും അദ്ദേഹം ഭരണത്തിലേറി. അപ്പം ആ ഒരു ഗ്യാപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവാൻഡറായിട്ടുള്ള വേറൊരു രാജ്യത്തിലുള്ള കടന്നുകയറ്റക്കാരനായ ഷേർഷാ സൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹി പിടിച്ചെടുത്തു. ഫസ്റ്റ് ടൈമിൽ ഹുമയൂണുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമെങ്കിലും ആ ഒരു ടൈമിൽ അവർ തോറ്റുമടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ഇവിടെ ഹുമയൂണിൻ്റെ അവിടെ ഒരു ചെറിയൊരു 15 വർഷത്തെ ഗ്യാപ്പിൽ അവർ കയറിയിട്ട് ഹുമയൂണിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഷേർഷാ സൂരി രാജ്യം പിടിച്ചടക്കുകയാണ് ചെയ്തത്. ആ ഒരു ടൈമിൽ ഷേർഷാ സൂരി കുറച്ച് സംഭാവനകൾ മധ്യകാല ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിലെ സോനോർഗൺ മുതൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ള അറ്റോക്ക് വരെ 1500 കിലോമീറ്റർ ദൈർഘ്യമുള്ള സക്കി ആസം എന്നൊരു റോഡ് പണിതത് ആരായിരുന്നു? ഈ ഒരു ഷേർഷാ സൂരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. അപ്പം അദ്ദേഹം ആ ഒരു 15 വർഷം മാത്രമാണ് ഇന്ത്യ ഭരിച്ചെങ്കിലും ആ ഒരു നല്ലൊരു സംഭാവന നമുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു അക്ബർ. ഈ മുഗൾ രാജവംശത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്നൊരു രാജാവെന്ന് പറയുന്നതും അക്ബർ തന്നെയാണ്. അദ്ദേഹം 49ഓളം ഇയേഴ്സ് ഭരിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഒരു ഇയർ ഭരിക്കാൻ അത്രയും ഒരു ടൈമിൽ ഭരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നയങ്ങൾ തന്നെയാണ്. നല്ല രീതിയിലായിരുന്നു അദ്ദേഹം ആ ഒരു ടൈമിൽ ഡൽഹി ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പല നാട്ടുരാജ്യങ്ങളായാലും ഒക്കെ അദ്ദേഹം നല്ല രീതിയിലായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അക്ബറിൻ്റെ പ്രധാന നയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പുതിയൊരു മതം ഉണ്ടാക്കി. എല്ലാവരുടെയും ഈ ഒരു ഇന്ത്യയിലുള്ള എല്ലാവരും തുല്യരാണെന്നും അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ വിശ്വസിക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല. മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാം. അവർക്ക് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിലേക്ക് അവർക്ക് ആ ഒരു മതത്തിൽ വിശ്വസിക്കാം. അപ്പം ഇത് രണ്ടും കൊളൈഡ് ചെയ്തിട്ടുള്ള, അതായത് ഹിന്ദു മതവും മുസ്ലിം മതവും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി കൊളൈഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു മതത്തിന് അക്ബർ തുടക്കമിട്ട് ദിന്നില്ലാഹി എന്നാണ് ആ ഒരു മതത്തിൻ്റെ പേര് അദ്ദേഹം വിളിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ തന്നെ ഒരു അബുൽ ഫസൽ സദസ്യനായിരുന്ന അബുൽ ഫസൽ അദ്ദേഹം ഈ ഒരു അക്ബറിനെ കുറിച്ചിട്ട് ഒരു 3 വോളിയംസ് ആയിട്ട് ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, പൈതൃകം, അതിനെക്കുറിച്ചിട്ട് ഓരോ വോളിയംസ് ആയിട്ട് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ടാകും. മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും, അത് ഭരണകാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുള്ളൊരു ബുക്കാണ് 3rd വോളിയം വരുന്നത്. അക്ബർ നാമ എന്നാണ് ആ ഒരു ബുക്കിൻ്റെ നെയിമിങ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം അക്ബർ ചക്രവർത്തിയുടെ ഒരു ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം, പിന്നെ കൂടാതെ മൻസബ്ദാരി, ജാഗിർദാരി തുടങ്ങിയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അക്ബറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അത് കൂടുതലും ഉണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ആൾക്കാരെ വിന്യസിപ്പിച്ചു. കൂടുതലായിട്ട് ശക്തി പ്രാപിക്കാൻ വേണ്ടി എന്തെങ്കിലും കയറ്റങ്ങൾ വരുന്നതാണെങ്കിൽ ഈ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ അണ്ടറിൽ വേറെയും പട്ടാളക്കാരുണ്ടാവും. സോ അങ്ങനെ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റുമ്പോൾ അത് അവരെ യുദ്ധത്തിനൊക്കെ കൂടുതലായിട്ട് സഹായിച്ചു അല്ലേ. വാറില്ലാത്ത ആ ഒരു ടൈമിൽ എപ്പോഴും വാർ തന്നെ ആയിരിക്കും, അധിക ടൈമിലും യുദ്ധങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സിസ്റ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അദ്ദേഹത്തിനെ കൂടുതൽ കാലത്തേക്ക് ഭരിക്കാൻ അനുവദിച്ചു. പിന്നീട് അദ്ദേഹത്തിനെ തുടർന്നുണ്ടായത് ജഹാംഗീറും ഷാജഹാനും പിന്നീട് ഉണ്ടായിട്ട് ഔറംഗസേബും. ഇവരെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. ഷാജഹാൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ നമുക്കറിയാമല്ലോ താജ്മഹൽ. ഇപ്പം ജഹാംഗീറിൻ്റെ, അക്ബറിൻ്റെ, ഷാജഹാൻ്റെ ടൈമിലൊക്കെ നമ്മൾ ചിത്രകലയിനെയും പിന്നെ അതായത് പെയിൻറ്റിങ്ങിനൊക്കെ ഇവർ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ ഔറംഗസേബ് ഇവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ മാത്രമേ ഔറംഗസേബ് ഭരിച്ചിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം ഡിഫീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. ഹിന്ദുമതത്തിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ മുൻപേ ഇന്ത്യയിൽ തന്നെ ഹിന്ദുമതമാണ് പ്രാബല്യത്തിലുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബലിതർപ്പണ ക്രിയകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തെ കൂടുതൽ
ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹിന്ദു മതം അപ്പോഴും ആ ഒരു ടൈമിൽ അടിച്ചമർത്തപ്പെടുകയുണ്ടായിരുന്നേന്. കാരണം പല രീതിയിലുള്ള ആചാരങ്ങളൊക്കെ വരുന്നതിനെ കൊണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഇസ്ലാം മതത്തിൻ്റെ കടന്നുകയറ്റം, കുറേ സുൽത്താൻമാർ വന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ അക്ബറിൻ്റെ ഒക്കെ ഒരു കേസിൽ പറഞ്ഞാണെങ്കിൽ അക്ബറൊക്കെ ഹിന്ദു മതം രണ്ടുപേരും തമ്മിലുള്ള ഹിന്ദുസും രജപുത്രന്മാരുമായിട്ട് രജപുത്രന്മാർ ഹിന്ദുസാണല്ലോ, അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പം പിന്നെ ആ ഒരു രണ്ട് മതത്തിൻ്റെ വിശ്വാസങ്ങളും അനുസരിക്കും ചെയ്യും കൂടുതൽ ശക്തി പ്രാപിക്കാൻ അക്ബറിനെ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മുഹമ്മദ് നബി, അദ്ദേഹം പേർഷ്യയിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. AD 521 അറേബ്യയിലായിരുന്നു. അദ്ദേഹം 521 ജനിച്ചു. പിന്നീട് മുഹമ്മദ് നബി ഒരു 621 കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ആ ഒരു യുഗത്തിനെ ഹിജ്റ യുഗം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇസ്ലാമിൻ്റെ 5 അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞ താഴെ പറയുന്നവയാണ്: തൗഹീദ്, അല്ലാഹുവിലുള്ള വിശ്വാസം, പിന്നെ വരുന്നത് നമസ്കാരം, പ്രാർത്ഥനകൾ, ദിവസത്തിൽ 5 തവണയുള്ള പ്രാർത്ഥനകൾ, പിന്നെ വരുന്ന അവരുടെ ഉപവാസം അല്ലെ റോസ എന്ന് പറയും, പിന്നെ വരുന്നത് സക്കാത്താണ്, ദാനധർമ്മം, അവർ ചെയ്യുന്ന ദാനധർമ്മം. 5-മതായിട്ട് വരുന്നത് മക്കയിലേക്കുള്ള തീർത്ഥാടനമാണ്. അപ്പോൾ മുഹമ്മദ് നബിയുടെ വാക്കുകളെ ഹദീസ് അല്ലെങ്കിൽ ഹദീത്താണ് കേട്ടോ, ഹദീത്ത് അല്ലെങ്കിൽ ഹദീസ് എന്ന് വിളിക്കപ്പെടുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഖിലാഫത്ത് സ്ഥാപിതമായി. ഇസ്ലാം സമത്വം, സാഹോദര്യം, ഏകദൈവത്തിൻ്റെ അസ്തിത്വം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആ ഒരു കാലത്തിൽ ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനമായിരുന്നു സൂഫിസം. മുസ്ലിംസിൻ്റെ ഇടയിലുണ്ടായിരുന്നതാണ് സൂഫിസത്തിന്. അവർ കൂടുതലായിട്ടും ഇസ്ലാമിക സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നൊരു പൊതുപദം ആണ് സൂഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മതപരമായ കാഴ്ചപ്പാട് നോർമൽ മുസ്ലിം ആൾക്കാരെ അപേക്ഷിച്ച് സൂഫികൾ കുറച്ചും കൂടെ ഉദാരമതികളായിരുന്നു. അവർ ഒരു ഏകദൈവത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. സമത്വം, സാഹോദര്യം, എല്ലാവരും സമന്മാരാണ്. അപ്പം ആ ഒരു രീതിയിലായിരുന്നു അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സംഗീതത്തിലൂടെയും ദൈവമായുള്ള ഐക്യം പ്രഖ്യാപിക്കാമെന്ന് അവരുടെ സിദ്ധാന്തങ്ങളിലൂടെ അവരുടെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംഗീതത്തിലൂടെയായിരുന്നു അവർ കൂടുതലായിട്ട് ദൈവവുമായിട്ട് കണക്റ്റായത്. ഇപ്പം സൂഫിസത്തെ പോലെ തന്നെ പിന്നീട് നമ്മുടെ ഹിന്ദുസിൽ ഉണ്ടായിരുന്നതാണ് ഭക്തി പ്രസ്ഥാനം. ഇത് തന്നെയാണ് അഡാപ്റ്റ് ചെയ്തത്. സൂഫിസത്തിൻ്റെ വേറൊരു ഓപ്പോസിറ്റ്, ഒരു സൂഫിസത്തിൻ്റെ അതേ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സംഭവം തന്നെയാണ് ഭക്തി പ്രസ്ഥാനം. അത് ഹിന്ദുസിൻ്റെ ഇടയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 പാരമ്പര്യമായിരുന്നു ഭക്തി പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത്: നിർഗുണ പാരമ്പര്യവും സഗുണ പാരമ്പര്യവും. അതായത് ഒരു വിഗ്രഹാരാധന ഇല്ലാതെ ഉള്ളതിനെയാണ് നിർഗുണ പാരമ്പര്യം എന്ന് പറയുന്നത്. രഘുനാഥ്, ഹരി എന്നൊക്കെ രീതിയിലായിരുന്നു അവർ ദൈവത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഗുരു നാനാക്കൊക്കെ നിർഗുണ പാരമ്പര്യത്തിന് ഉദാഹരണമാണ്. കബീർ എന്ന് പറഞ്ഞതെല്ലാം നിർഗുണ പാരമ്പര്യമാണ്. അവരെന്താണ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗീതത്തിലൂടെ ദൈവത്തെ പ്രാപിക്കുക, ആത്മീയതയിലൂടെ ദൈവത്തെ പ്രാപിക്കുക. ഏറ്റവും വലിയ ആത്യന്തിക ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നിർഗുണമായാലും സഗുണമായി കഴിഞ്ഞാലും എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക. അതാണ് സൂഫിസത്തിൻ്റെ കേസിലായാലും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കേസിലാണെങ്കിലും അവർ പറയുന്നത്. നമ്മൾ ദൈവത്തിനെ വെച്ച് ആരാധിക്കുന്നതല്ല, അവർ ദൈവം എന്നൊരു സൃഷ്ടിയുണ്ട്, നമ്മളതിൽ സ്വയം മറന്ന് നമ്മൾ അർപ്പിക്കുക, അതാണ് ഇവർ പറയുന്നത്. പിന്നെ സഗുണ പാരമ്പര്യത്തിൽ പറയുന്ന കൂടുതലായിട്ടും അതായത് കൃഷ്ണൻ വരുന്നത് ദേവകിയുടെ മകൻ, പിന്നെ രാമൻ വരുന്നത് ദശരഥൻ്റെ മകൻ എന്ന ആ ഒരു കോൺസെപ്റ്റിലൂടെയാണ് സഗുണ പാരമ്പര്യത്തിലുള്ള ആൾക്കാർ ദൈവത്തെ വിശ്വസിച്ചിരുന്നതും. പിന്നെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഏകത്വവും മനുഷ്യൻ്റെ സാഹോദര്യവും എന്ന ആശയമായിരുന്നു. ദൈവത്തിലുള്ള ഒരു ആത്മസമർപ്പണം തന്നെയായിരുന്നു അതിൻ്റെ ഒരു സവിശേഷത. പിന്നെ ആത്മസമർപ്പണം ഉള്ളതുകൊണ്ട് തന്നെ തീവ്രമായ വ്യക്തിപരമായിട്ടുള്ള ഒരു ഭക്തിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4-മത്തെ ഒരു സവിശേഷത പറയുന്നത് നല്ല ധാർമ്മിക ജീവിതത്തിന് ഊന്നൽ നൽകുന്നതായിരുന്നു. ഇതാണ് ഭക്തി പ്രസ്ഥാനം വരുന്നത്. ഇനിയിപ്പം ഭാരതീയ സംസ്കാരം സമ്പന്നമാക്കുന്നതിൽ ഭക്തി പ്രസ്ഥാനം വഹിച്ച പങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തി സന്യാസിമാർ കൂടുതൽ ഫോക്ക് ഡാൻസും ഫോക്കായിട്ടുള്ള അതായത് നാടോടി കലകളെ
കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് നൽകി. കൂടുതലായിട്ട് അവർ നാടോടി ഭാഷകളിലായിരുന്നു സംസാരിച്ചിരുന്നത്. അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരുന്നത് നാടൻ പാട്ടുകളെ, നാടോടി നൃത്തങ്ങളെ. അവർ കൂടുതൽ അവരുടെ ഒരു ഫോം ഓഫ് ആരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ്, ഒന്നെങ്കിൽ പാട്ടിലൂടെ ദൈവത്തെ, സ്തുതിഗീതങ്ങൾ പാടിയിട്ട് ദൈവത്തെ ഉണർത്തുക അല്ലേ. നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ രാവിലെയൊക്കെ കാണാറുണ്ട്, നമ്മളിപ്പം ഹിന്ദുസിൻ്റെ ഇടയിലാണെങ്കിലും ഭക്തിഗാനങ്ങളൊക്കെ വെക്കലുണ്ടല്ലോ. അതെന്താ, ദൈവത്തിനെ നമ്മൾ ആരാധിക്കുന്ന ആ ഒരു വേ ഓഫ്, ആ മ്യൂസിക്കിലൂടെ നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഭക്തി പ്രസ്ഥാനത്തിലെ ആൾക്കാർ ജീവിച്ചു പോന്നിരുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു നാടോടി ഈ കലകൾ അവർ പ്രൊമോട്ട് ചെയ്തതോടുകൂടെ തന്നെ വിവിധ ഇന്ത്യൻ ഭാഷകളുടെ ഉദയം അവിടെ സംഭവിച്ചു. അവരുടെ സാഹിത്യകൃതികൾ, ഗീതങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ എല്ലാം അതിൻ്റെയൊക്കെ വളർച്ച ആ ഒരു ടൈമിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ ഭക്തി, സഹിഷ്ണുത, സഹാനുഭൂതി, സമത്വ സങ്കല്പം, ഒരു കർത്താവ് അല്ലെങ്കിൽ ദൈവം എന്ന ആശയം വളർത്തിയെടുത്തു. ഇനി അതേപോലെയുള്ള വേറൊരു മതത്തിൻ്റെ ഉദയം ഉണ്ടായിട്ടുണ്ട്. സിഖ് മതത്തിൻ്റെയാണ്. പഞ്ചാബിൽ നിന്നുള്ള സിഖുകാരാണ് കൂടുതലായിട്ടും ഈ ഒരു മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സിഖ് മതത്തിൻ്റെ ജനനത്തിനും വളർച്ചയ്ക്കുള്ള വിത്തുകൾ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഫസ്റ്റ് സൂഫിസത്തിൽ നിന്ന് കണ്ടുപിടിച്ചതായിരുന്നു ഭക്തി പ്രസ്ഥാനം. ഇവർ രണ്ടുപേരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് സിഖ് മതം ഉണ്ടായിരുന്നത്. ഒരു രൂപമില്ലാത്ത ദൈവത്തിൽ തന്നെയാണ് ഇവരും വിശ്വസിച്ചിരുന്നത്. ഇവരും സമത്വത്തിലും സാഹോദര്യത്തിലും വിശ്വസിച്ചു. അപ്പം ഇനിയിപ്പോൾ ഇവരുടെ ഒരു ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു സ്ഥാനം കൊടുത്തിരുന്നത് ഒന്നെങ്കിൽ ആ ഗുരുവിൻ്റെ പുത്രന്, അല്ലെങ്കിൽ ആ ഒരു ഗുരുവിന് അത്ര ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനുണ്ടാവുമല്ലോ, ഉത്തമ ശിഷ്യന്, അവർക്കായിരുന്നു ആ ഗുരുസ്ഥാനം കൊടുത്തിരുന്നത്. പിന്നെ അത് ക്രമേണ ഇങ്ങനെ ഓരോരുത്തരെ റൗണ്ട് ചെയ്തിട്ട് അവർ ആ ഒരു പ്രസ്ഥാനത്തിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് സൊറാസ്ട്രിയത്തിൻ്റെ ഉദയം. പാഴ്സി അല്ലെങ്കിൽ സൊറാസ്ട്രിയൻ മതം സ്ഥാപിച്ചത് BC 8-ാം നൂറ്റാണ്ടിലാണ്. സൊറാസ്ട്രാണ് ഈ ഒരു മതത്തെ ഉണ്ടാക്കിയത്. പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ തത്വങ്ങൾ എന്നിവയാണ്. ഇവർ കൂടുതലായിട്ടും അഗ്നിയെ ആരാധിക്കുന്നവരായിരുന്നു. അപ്പം അഹുർ മസ്ദ, ഷൂർമാൻ എന്നിവയുടെ രൂപത്തിൽ നല്ലതും ചീത്തയുമായ സാന്നിധ്യവും പഠിപ്പിച്ചു. എന്താണ് നല്ലത്, എന്ത് ചീത്ത എന്നൊക്കെ ഈ ഒരു സൊറാസ്ട്രിയൻ മതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദയയുടെയും കൂടുതലും ചാരിറ്റി വർക്കേഴ്സ് ആയിരുന്നു ഇവരുണ്ടായിരുന്നത്. ചാരിറ്റി ചെയ്തു തുടങ്ങി. പിന്നാണെങ്കിൽ ഈ ഒരു സൊറാസ്ട്രിയൻ മതത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരാളാണ് ജംഷഡ്ജി ടാറ്റ. അതേപോലെ ഈ ഒരു പാഴ്സി മതസ്ഥനാണ്. പിന്നെ ദാദാഭായ് നവറോജി പറഞ്ഞവരൊക്കെ ഈ ഒരു മതത്തിലുള്ള ആളാണ്. ഇപ്പോൾ സൊറാസ്ട്രിയനിസം അല്ലെങ്കിൽ പാഴ്സി മതം പേർഷ്യയിൽ ഉടനീളം വ്യാപിക്കുകയും മുസ്ലിങ്ങൾ ഈ പ്രദേശം കീഴടക്കുന്നത് വരെ നിർജീവ മതമായി തുടരുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് വരുന്നത് ആധുനിക ഇന്ത്യൻ ഭാഷകളുടെ ഉദ്ഭവമാണ്. ആധുനിക ഇന്ത്യൻ ഭാഷകളുടെ ഉദ്ഭവത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ഉറുദു സാഹിത്യമായിരുന്നു. കൂടുതൽ സുൽത്താൻമാരും പരിപോഷിപ്പിച്ചിരുന്നത് ഉറുദു സാഹിത്യത്തെ തന്നെയായിരുന്നു. ഈ ഭാഷയിൽ കവിതകൾ രചിച്ച രസികനായ കവി അമിത് ഖുസ്രോയും ഇതിനെ ജനപ്രിയമാക്കുന്ന ഒരു പങ്ക് വഹിച്ചു. അമിത് ഖുസ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിലെ സദസ്യനായിരുന്നു അമിത് ഖുസ്രോ. അദ്ദേഹവും ഈ ഉറുദു സാഹിത്യത്തിൽ വലിയ കീർത്തി നേടപ്പെട്ടിട്ടുണ്ട് ആ മധ്യകാല കാലഘട്ടത്തിൽ. മറ്റ് നിരവധി ആധുനിക ഇന്ത്യൻ ഭാഷകളും വന്നു. പിന്നീട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ റീജിയനിലാണെങ്കിൽ തമിഴ്, പിന്നെ മലയാളം, കന്നഡ, തെലുങ്ക് തുടങ്ങിയിട്ടുള്ള നിരവധി മറ്റ് ഇന്ത്യൻ ഭാഷകളുടെ വികസനം ഈ ഒരു മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദ് നബിയുടെ കുടിയേറ്റം ഏത് യുഗത്തിൻ്റെ തുടക്കമാണ്? ഉത്തരം ഹിജറ യുഗത്തിൻ്റെ തുടക്കം അല്ലേ. ഇനി എന്താണ് റോസ? റോസ എന്ന് വെച്ച് കഴിഞ്ഞാൽ റംസാൻ മാസത്തിലുള്ള നോമ്പിനെ നമ്മൾ റോസ എന്ന് പറയുന്നു. ഭക്തി, സഹിഷ്ണുത, സമത്വ സങ്കല്പം, സഹാനുഭൂതി എന്നിവയിലൂടെ ഹിന്ദു അനുയായികളെ ആരാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്? സൂഫികളായിരുന്നു ഹിന്ദു അനുയായികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഐനൈ അക്ബരിയുടെ രചയിതാവിൻ്റെ പേര് അബുൽ ഫസൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 3 വോളിയൂംസിൽ അക്ബറിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലൊരു വോളിയമാണ്, ഒരു ബുക്കാണ് ഐനൈ അക്ബരി. അത് രചിച്ചത് അബുൽ ഫസലാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നു എന്ത്? വൈസ് റീഗൽ ലോഡ്ജ്. അതായത് ഇവിടെ ഒരു പോയിന്റ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മധ്യകാല ഇന്ത്യ ഒരു ഭരണകാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ ഈ സുൽത്താൻമാരൊക്കെ
ഈ ഒരു പൂന്തോട്ടത്തിന് അതിനൊക്കെ ആ ഒരു പ്രകൃതിനെല്ലാം ഇഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ ആ ഒരു ചുറ്റുപാടൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ കൂടുതൽ ഇങ്ങനെ വെള്ളം ഒഴുക്കുക ആ ഒരു ടൈപ്പിലുള്ള ആ ഒരു പൂന്തോട്ടം ഗാർഡനിങ് ഒക്കെ അവർ ആ ഒരു ടൈമിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ ഒരു രാഷ്ട്രപതി ഭവനെ വൈസ്റീഗൽ ലോഡ്ജ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ പോർട്രേറ്റ് ഡ്യൂറ അല്ലെങ്കിൽ മാർബിളിൽ നിറമുള്ള കല്ല് കൊത്തിയ വർക്കിനെ ദിവസങ്ങളിൽ വരെ പ്രചാരത്തിലായി. അതായത് ഷാജഹാൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പോർട്രേറ്റ് ഡ്യൂറ അല്ലെങ്കിൽ മാർബിൾ നിറമുള്ള കല്ലിന് കൂടുതൽ പ്രാധാന്യം വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ താജ്മഹലിനാണ് ഇവരിവിടെ ഉദ്ദേശിച്ചിരുന്നത്. താജ്മഹൽ ഈ ഒരു മാർബിൾ കല്ല് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ 2 പ്രധാന ധാരകൾ എന്തായിരുന്നു? ഉത്തരം വരുന്നത് 2 വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നിർഗുണവും സഗുണ ഭക്തിയും. ഇതാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ 2 പ്രധാന ധാരകൾ. ഒരു പ്രധാന നിർഗുണ സഗുണ ഭക്തി കവികളുടെ പേര് നൽകുക. നിർഗുണം ജ്ഞാനാക്കും, സഗുണ ഭക്തി പ്രസ്ഥാനത്തിന് ഉദാഹരണം വരുന്നത് തുളസീദാസുമാണ് കേട്ടോ. ഇനി ഖലീഫയുടെയും സുൽത്താൻ്റെയും പേരുകൾ എവിടെ വായിച്ചു എന്ന്, അതായത് ഡാഷിൽ വായിച്ചു, ഖുത്ബയിൽ അല്ലേ, പ്രഭാഷണ പള്ളികളിൽ അവർ പുതുതായിട്ട് അധികാരം ഏൽക്കുമ്പോൾ ഖുത്ബയ പ്രഭാഷണവും നടത്തിയിരുന്നു. അതാണ് ഖുത്ബ ഉത്തരം വരുന്നത്. പിന്നെ ഒരു പ്രാദേശിക അഫ്ഗാൻ ഭരണാധികാരി മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിനെ വെല്ലുവിളിക്കുക, ഏകദേശം 15 വർഷത്തോളം അദ്ദേഹത്തെ ഡൽഹി സിംഹാസനത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു. ഇതാരായിരുന്നു? ഷേർഷാ സൂരി ആയിരുന്നു. ഞാൻ പറഞ്ഞു 15 വർഷക്കാലത്തേക്ക് അദ്ദേഹം ഹുമയൂണിനെ മാറ്റി നിർത്തിയെന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമിൽ കൊടുത്ത നമുക്ക് ഇന്ത്യയിൽ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുകളൊക്കെ ഈ ഒരു ഭരണാധികാരിയാണ് നമുക്ക് തരുന്നത്. പിന്നെ വരുന്നത്, തൻ്റെ സാമ്രാജ്യത്തെ അഭിലാഷം നിറവേറ്റുന്നതിനായി അക്ബർ ഭരണാധികാരികളുമായി വിവാഹത്തിൽ ഏർപ്പെട്ടു അല്ലേ. അക്ബർ എന്തായിരുന്നു, രജപുത്രന്മാരുമായിട്ടാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വം, രാഷ്ട്രീയ ഒരു സാമ്രാജ്യത്തെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഹിന്ദു മതവും മുസ്ലിം മതങ്ങളും തമ്മിലുള്ള ഒരു ഇൻ്റർചേഞ്ച് അത് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചു. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഏതെങ്കിലും 2 നാടോടി നൃത്തങ്ങളുടെ പേര്, അതായത് ഗർഭ, ഗൽബേലിയ, റാൻഗ്വേ തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ വികസിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രധാന തരം സൂചിപ്പണിയുടെ പേര് നൽകുക. ഇത് പഞ്ചാബിലെ ഫുൽക്കാരി, ലക്നൌവിലെ ചിക്കാൻജോലി എന്നിവയാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തായാലും നമ്മൾ പറഞ്ഞു നിർത്താണ്. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളതാണെങ്കിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നീട് നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു അധ്യായവുമായിട്ട് ഞാൻ കാണാം. ഇനി ആ ഒരു ക്ലാസ് വരെ സീ യു സൂൺ ആൻഡ് താങ്ക് യു.